ഹായ്, എസ്ര ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഭയങ്കര നമുക്കത് ഫേസ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമുള്ള ഒരു കാര്യമാണ് അല്ലേ. അതങ്ങനെയാണ്. അത് നമ്മൾക്ക് അനുഭവിച്ച ആളുകൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ടായിരിക്കും. കാരണം നമുക്ക് എവിടെയും കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന സംഭവം കിട്ടില്ല. ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാൻ പറ്റില്ല. നമ്മുടെ കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാ വെറുതെ, ഞാൻ അതൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം, എന്നെ ആർക്കും വേണ്ടല്ലോ, അല്ലെങ്കിൽ എന്നെ ഇട്ടിട്ട് പോയില്ലേ, അങ്ങനെ ഒരു സംഭവമൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് പോലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കോൺഫിഡൻസോ കോൺസെൻട്രേഷനോ ഒന്നും നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളെ അലട്ടുന്ന ഏറ്റവും വലിയ മറ്റൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ തിങ്കിങ് ആണ്. അത് ഭയങ്കര ഭയാനകമായിട്ടുള്ളൊരു സംഭവമാണ് ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. ഈ ഒരു ഓവർ തിങ്കിങ് കൊണ്ടാണ് നമ്മുടെ ലൈഫ് തന്നെ ഇങ്ങനെ താഴത്തേക്ക് പോകുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഡൗൺ ആയി പോകുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഓവർ തിങ്കിങ് ആണ്. അപ്പോൾ ബ്രേക്കപ്പിന് ശേഷം ഉണ്ടാകുന്ന ഓവർ തിങ്കിങ് എങ്ങനെയാണ് നമുക്ക് മറികടക്കാൻ പറ്റുക, അതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഓവർ തിങ്കിങ്ങിനോട് ഫൈറ്റ് ചെയ്യുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഓവർ തിങ്കുമായിട്ട് ഫൈറ്റ് ചെയ്യുക എന്നുള്ളതല്ല. എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഓവർ തിങ്കിങ് വരുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഞാനിപ്പോൾ എന്തിനാ ഇങ്ങനെയൊക്കെ ആലോചിക്കേണ്ട ആവശ്യം എന്നുള്ള രീതിയിലാണ്. അതായത് ഇങ്ങനെ ഞാൻ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ, അത് കഴിഞ്ഞ കാര്യമല്ലേ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ നോക്കുക. ഇത് പലർക്കും ടാസ്ക് ഉള്ളൊരു കാര്യമാണ്. അതായത് ആ ഒരു ചിന്തയിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ് നമ്മുടെ ചിന്തയെ. അപ്പോൾ അതുകൊണ്ട് പലരും വളരെ ബുദ്ധിമുട്ടോടെ ഈ ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ ബുദ്ധിമുട്ടോടെ കാണുന്ന ആളുകളുണ്ട്. അയ്യോ എങ്ങനെ ഇപ്പോൾ ഇത് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. പക്ഷേ നിങ്ങൾ ചെയ്തേ പറ്റൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. നമ്മൾക്കൊരു ബ്രേക്കപ്പ് കഴിയുമ്പോൾ അതോടെ ലൈഫ് തീർന്നു എന്ന് പലരും ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഇതോടെ കഴിഞ്ഞു, ഇനി വേറെ റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല, ഇങ്ങനെ കുറേ ചിന്തകൾ പലർക്കും വരാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നല്ല. നമ്മുടെ ഒരു ടെൻഷനും ഓവർ തിങ്കിങ്ങും കാര്യങ്ങളും മാറിക്കഴിഞ്ഞാൽ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ പോവും. അതങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഒരു സംഭവമാണ്. അതായത് നമുക്കിപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഓർമ്മ വരിക അവരുമായിട്ടിരിക്കുന്ന ആ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. അവരുമായിട്ട് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ കുറേ സന്തോഷകരമായ നിമിഷങ്ങളാണ് നമ്മുടെ ബ്രെയിനിലേക്ക് വരുള്ളൂ. അത് നമ്മുടെ ബ്രെയിൻ നമ്മളിലേക്ക് കൊണ്ടുവരുന്നൊരു കാര്യമാണ്. ബ്രെയിനിൻ്റെ ഒരു കളി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ നമുക്കത് ഭയങ്കര ടാസ്ക്കുള്ളൊരു കാര്യമായിട്ട് മാറാറുണ്ട്. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത് വേണ്ട, ഇങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഇതിൻ്റെ ആവശ്യമില്ല, ഈ ഒരു സംഭവം എൻ്റെ മൈൻഡിലേക്ക് വരേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾ വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ കുറേ ഓക്കെ ആയിക്കോളും. നിങ്ങൾ ഈ ഒരു ഓവർ തിങ്കിങ് മാറിക്കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആ ഒരു ചിന്ത വരികയാണെങ്കിൽ അത് മാറ്റി കളയുക. ഇങ്ങനെ ഞാൻ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല, അല്ലെങ്കിൽ ആ ഒരാളെക്കുറിച്ച് ഞാൻ ആലോചിക്കേണ്ട ആവശ്യമേ ഇല്ല എന്ന രീതിയിൽ നിങ്ങളൊന്ന് ചിന്തിക്കാൻ നോക്കുക. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് നമ്മുടെ ബ്രെയിൻ നമ്മുടെ അടുത്ത് 2-3 ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതായത് നമ്മുടെ മൈൻഡിലേക്ക് 2-3 ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടേയിരിക്കും. സ്വാഭാവികമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതായത് അവനിപ്പോൾ എന്ത് ചെയ്യുന്നു, അവൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അവൻ ഓക്കെ ആയി വരുമോ, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് വരും. അവനല്ലെങ്കിൽ അവൾ, ഈ ഒരു സംഭവം, ഈ 3 ക്വസ്റ്റ്യൻസ് നമ്മുടെ മൈൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഓഫ് കോഴ്സ് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതിങ്ങനെ വരുന്ന സമയത്ത് നമ്മളതിന് ആൻസർ ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. പകരം നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത് ക്ലോസ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് എന്നുള്ളൊരു കാര്യമാണ്. ഇത് ക്ലോസ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് എന്ന് പറയുമ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസിനും അവിടെ സ്ഥാനമില്ല എന്നുള്ളതാണ്. പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വരില്ല. കാരണം ഇത് ക്ലോസ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ. വന്നാലും വന്നില്ലെങ്കിലും നമുക്കത് പ്രശ്നമേ അല്ല. കാരണം ഞാൻ എൻ്റെ മൈൻഡിൽ ഇത് ക്ലോസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് എന്ന് വേണം നിങ്ങൾ തീരുമാനിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബ്രെയിൻ അത് അക്സെപ്റ്റ് ചെയ്യും. പിന്നീട് ആ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിലേക്ക് വരില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വരുമായിരിക്കില്ലേ, ഈ ഒരു സംഭവം നമ്മുടെ മൈൻഡിലേക്ക് വരും. അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ അവൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ന് ഒരു സംഭവം വരും. അത് അവൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഓക്കെ ആകുമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മേ ബി അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഓക്കെ ആകുമായിരുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ ആൻസർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിനി ചിന്തിക്കേണ്ടത് അത് കഴിഞ്ഞ കാര്യമാണ്, ക്ലോസ് ചെയ്ത ചാപ്റ്ററാണ്, ഇനി അതിനെക്കുറിച്ച് ആലോചിക്കുക വേണ്ട എന്ന് പറയുമ്പോൾ പിന്നീട് നമ്മുടെ മൈൻഡിലേക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അത് നമ്മുടെ ഓവർ തിങ്കിങ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഓവർ തിങ്കിങ് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന എപ്പോഴാണെന്നറിയോ, രാത്രിയിലാണ്. പകൽ നോർമലി വരാറുണ്ട്, പക്ഷെ ബാക്കി ചില കാര്യങ്ങളുമായിട്ട് നമ്മൾ എൻഗേജ്ഡ് ആകുമ്പോൾ നമുക്കതിങ്ങനെ കുറഞ്ഞു പോകും. പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് വരുന്നത് രാത്രി നമ്മൾ കിടക്കുന്ന ടൈമിലാണ്. കാരണം നമ്മളല്ലേ ഉള്ളൂ. അപ്പം നമ്മൾ എന്തൊക്കെ ചിന്തിക്കുക എന്നുള്ളത് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ബ്രേക്കപ്പ് ഒക്കെ ആയിട്ടിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ പറയേണ്ട ആവശ്യമില്ല, ഓവർ തിങ്കിങ് നല്ല രീതിയിൽ വരും. അപ്പോൾ ഈ ഒരു കാര്യം ഇല്ലാണ്ടാക്കാൻ, നൈറ്റിലുള്ള ഓവർ തിങ്കിങ് ഇല്ലാണ്ടാക്കാൻ ഒരു 5 മിനിറ്റ് റൂൾ ഞാൻ പറഞ്ഞുതരാം.
ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ നമ്മൾക്ക് ആ ഒരു പേഴ്സൻ്റെ ചിന്ത ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ തീരുമാനിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു 5 മിനിറ്റ് ഞാൻ സമയം തന്നിരിക്കുന്നു അവരെക്കുറിച്ച് ആലോചിക്കാൻ. അതായത് 5 മിനിറ്റ് മാത്രമേ ഞാൻ അവരെക്കുറിച്ച് ആലോചിക്കുള്ളൂ, അത് കഴിഞ്ഞാൽ എനിക്ക് ഉറങ്ങാനുള്ള സമയമാണ് എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ അത് മാത്രം പ്രാക്ടീസ് ചെയ്യാം. അതായത് 5 മിനിറ്റ് ആ ഒരു പേഴ്സണെ കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാം. ആ 5 മിനിറ്റ് കഴിഞ്ഞതും സമയമായി, ഇനി ഉറങ്ങാനുള്ള സമയമാണ് എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫസ്റ്റൊന്നും അത് 2-3 ദിവസത്തേക്കൊന്നും നിങ്ങൾ ഓക്കെ ആവില്ല. ആ രീതിയുമായിട്ട് നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് പോകാൻ പറ്റില്ല. പക്ഷേ ഒരു 4-5 ദിവസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ അതുമായിട്ട് കറക്റ്റായിട്ട് അത് ഓക്കെ ആയിട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് അനുസരിക്കും. അതായത് ഓക്കെ 5 മിനിറ്റ് ആലോചിക്കാൻ പറ്റുള്ളൂ, 5 മിനിറ്റ് കഴിഞ്ഞാൽ ഉറങ്ങേണ്ട സമയമാണ്, അത് നിങ്ങളുടെ ബ്രെയിൻ അനുസരിക്കും എന്നുള്ളതാണ് നിങ്ങൾ പറയുമ്പോൾ. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനെന്താ വട്ടാണോ എന്നുള്ളത്. പക്ഷേ ഇത് സത്യമുള്ള കാര്യമാണ്. നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ബ്രെയിനിനെ പഠിപ്പിച്ചെടുക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓവർ തിങ്കിങ് നന്നായിട്ട് മാറ്റാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഒരു റൂള് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഈസ് ഈക്വൽ ടു പോയിസൺ എന്നുള്ളതാണ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ തല്ലാൻ തോന്നുന്നുണ്ടായിരിക്കും, പക്ഷേ സത്യമാണ്. ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് പോയിസണ് തുല്യമാണ്. ഈ ഒരു ടൈമിൽ നമുക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ, നമ്മുടെ ഫോൺ എടുത്താൽ തന്നെ നമുക്ക് തോന്നുന്നത് അവരുടെ ലാസ്റ്റ് സീൻ നോക്കണം, അവരിപ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അറിയണം, അപ്പോൾ അവരുടെ പോസ്റ്റ് നോക്കണം എന്നുള്ള കാര്യമൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ മെസ്സേജ് എന്തെങ്കിലും ഒന്ന് അയച്ചു നോക്കണം. ഈ കാര്യമൊക്കെ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും. നമ്മളെ ഭയങ്കരമായിട്ട് നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ കൺവിൻസ് ചെയ്തുകൊണ്ടേയിരിക്കും. അയക്കി അല്ലെങ്കിൽ എന്താ ചെയ്യണേ നോക്ക്, ലാസ്റ്റ് സീൻ നോക്ക് എന്നുള്ളത് നമ്മളെ ബ്രെയിൻ ഇങ്ങനെ അനുസരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ചെയ്യേ എന്നുള്ളത് കാര്യം നമ്മൾ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്നറിയോ, ഒരു 21 ദിവസത്തേക്കെങ്കിലും നിങ്ങൾ അവരെ ബ്ലോക്ക് ചെയ്തിടുക. അതായത് ഒരു രീതിയിലും നിങ്ങൾ കോണ്ടാക്ട് വെക്കേണ്ട ആവശ്യമില്ല. 21 ദിവസം നിങ്ങൾക്ക് അവരെ ബ്ലോക്ക് ചെയ്തിടാൻ പറ്റിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മൈൻഡിൽ നിന്ന് ആ ഒരു പേഴ്സൺ പോയി എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കാം. പിന്നീട് അവരെക്കുറിച്ച് കണ്ടു കഴിഞ്ഞാലോ മീൻസ് അവരെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞു കേട്ട് കഴിഞ്ഞാലോ ഒന്നും നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ എടുത്തിട്ട് അവരുടെ കാര്യങ്ങൾ നോക്കണം എന്നുള്ള ചിന്തയൊക്കെ നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വഴിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, അവരെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പം നമ്മളിങ്ങനെ ബ്ലോക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾക്കിപ്പോൾ അഥവാ അവരുടെ ഒരു സ്റ്റാറ്റസോ കാര്യങ്ങളോ നോക്കണം തോന്നിക്കഴിഞ്ഞാലും നമ്മുടെ അടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ശരി കുഴപ്പമില്ല ഇപ്പോൾ നോക്കാൻ പോകണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മളിരിക്കും. ലാസ്റ്റ് സീൻ നോക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റില്ല. അപ്പം നമ്മൾ കുഴപ്പമില്ല ഇനിയിപ്പോൾ അത് മാറ്റൊന്നും വേണ്ട, ബ്ലോക്ക് മാറ്റൊന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനെ മുൻകൈ എടുക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു 21 ദിവസത്തേക്ക് നിങ്ങൾ അവരെ ബ്ലോക്ക് ചെയ്ത്, നിങ്ങൾക്ക് ഇനിയിപ്പോൾ ബ്ലോക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിലും അവരുടെ ലാസ്റ്റ് സീനോ കാര്യങ്ങളൊന്നും നോക്കാണ്ടിരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഓക്കെ, അതൊക്കെ നോക്കാതിരിക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്കും ചെറിയ മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവന്നാലേ നമ്മുടെ ബ്രെയിനും ഓക്കെ ആവുള്ളൂ എന്നുള്ളതാണ്. അതായത് ഇതൊരിക്കലും നമ്മുടെ മൈൻഡിൻ്റെ മാത്രം പ്രശ്നമല്ല, നമ്മുടെ നെർവസ് സിസ്റ്റം കൂടി ഇതിൽ വരുന്നുണ്ട്. അതായത് നമ്മുടെ നെർവസ് സിസ്റ്റം പ്രോബ്ലമാണ്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്നറിയോ, ഒന്നല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് നടക്കാൻ പോവുക, അല്ലെങ്കിൽ ചൂട് വെള്ളത്തിൽ കുളിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചധികം സൗണ്ടിൽ നമ്മളൊരു മ്യൂസിക്കൊക്കെ വെച്ച് കേൾക്കാൻ വേണ്ടി നോക്കുക, അല്ലെങ്കിൽ കരയാൻ നോക്കുക. അത്യാവശ്യം സൗണ്ടിൽ നമ്മൾ ഇങ്ങനെ അടക്കി പിടിച്ച് കരയുന്നല്ല, അത്യാവശ്യം സൗണ്ട് ഇട്ടിട്ട് തന്നെ നമുക്ക് കരയാൻ നോക്കാം. ഇതിനൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഡീപ്പ് ബ്രീത്തിങ് ഇതൊക്കെ ചെയ്യാം. ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡി ഒന്ന് കാമാവും. അപ്പോൾ നിങ്ങളുടെ മൈൻഡും ഒന്ന് കാമാവാനായിട്ട് അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ ചെറിയ എക്സസൈസുകളൊക്കെ ചെയ്യുന്നത് കുറച്ച് ബെറ്ററാണ്, നമ്മുടെ ബോഡിയും മൈൻഡും ഒക്കെ കൂളാവാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ഒന്ന് റിലാക്സ് ആവുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ബോഡി റിലാക്സ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിനും നമ്മുടെ മൈൻഡും റിലാക്സ് ആവും എന്നുള്ളതാണ്. രണ്ടും തമ്മിൽ നല്ല രീതിയിൽ കണക്ഷൻ ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതുകൂടി നിങ്ങളൊന്ന് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ മൈൻഡിൽ പറഞ്ഞ് പഠിപ്പിക്കാൻ നോക്കുക. ഈ ഒരു ബ്രേക്കപ്പ് എന്ന് പറയുന്നത് ഒന്നിൻ്റെയും അവസാനമല്ല, ഇനി അങ്ങോട്ടൊരു ലൈഫുണ്ട്. ഇത് പോയത് കൊണ്ട് തന്നെ എനിക്ക് ഇനി ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പല ലൈഫും ഉണ്ടാവാം. ഇനി എൻ്റെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകും. മാത്രമല്ല ഇതിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു റിലേഷൻഷിപ്പിൽ മാത്രം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് ഭയങ്കര നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ പറഞ്ഞ് മനസ്സിലാക്കുക. എന്ന് എഴുതി കുറേ റിലേഷൻഷിപ്പിലേക്ക് പോകണമെന്നല്ല കേട്ടോ. നിങ്ങളെ സമാധാനിപ്പിക്കുക. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത റിലേഷൻഷിപ്പിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ ആ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയും എന്നുള്ളതാണ്.
അപ്പം അങ്ങനെ നിങ്ങൾ സ്വയം പറഞ്ഞ് മനസ്സിലാക്കുക. മൈൻഡിലേക്ക് അവരുടെ കുറേ ചിന്തകൾ വരുന്നുണ്ടായിരിക്കും. നിങ്ങൾ ചെയ്തത് തെറ്റാണ്, നിങ്ങൾ ഇന്ന കാര്യം ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള കുറേ ചിന്തകളൊക്കെ വരുന്നുണ്ടാവും. പക്ഷെ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അതൊക്കെ ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് അവിടെ തന്നെ ഇരിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളെ കുറ്റക്കാരനും കുറ്റക്കാരിയാക്കേണ്ട ആവശ്യമില്ല. അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായിരിക്കാം, മേ ബി അവർ കുറേ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ അറിയാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കുറേ ദിവസം ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് ഓക്കെ ആക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മതി. അപ്പം എല്ലാവർക്കും ഈ ഒരു ബ്രേക്കപ്പ് എന്ന് പറയുന്ന ആ ഒരു വേദനയുടെ ഓവർ തിങ്കിങ് എന്ന് പറയുന്ന സംഭവത്തിൽ നിന്നൊന്ന് പുറത്തു വരാനും ഹീൽ ആവാനൊക്കെ പെട്ടെന്ന് തന്നെ പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് അധികം വൈകാതെ തന്നെ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്